ക്രിസ്തയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ ക്രിസ്തീയ സാക്ഷ്യത്വത്തെക്കുറിച്ചുള്ളതായ പരമ്പരയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണിശമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചന പഠനത്തിന് മുൻപായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് തിരുവചനത്തിൽ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ കൊണ്ണം ഒരവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ ശബ്ദപരിധിയിലുള്ളതായ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ ദൈവം നടത്തണം, അവിടുത്തെ വരവനായി ഒരുക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ സാക്ഷിത്വം എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നത് ദൈവം എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ അളക്കുന്നത്, ഗോഡ്സ് എസ്റ്റിമേറ്റ് ഓഫ് അവർ ക്യാരക്ടർ. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യമാണ്. ഞാൻ ഉണ്ടാക്കുവാനുള്ളതായ ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതായത് ദൈവം ഇപ്രകാരമാണ് നമ്മെ അളക്കുന്നത്. അതായത് മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വില എത്രയാണ്? അതെ, ശാരീരികമായുള്ള വിലയെക്കുറിച്ച് അവരുടെ കണക്കുകളൊക്കെയും നമുക്ക് വായിപ്പാനൊക്കെ സാധിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ 75% വെള്ളമാണ്, പിന്നീടുള്ളത് എന്താണ്, കുറച്ച് പ്രോട്ടീനും അല്ലെങ്കിൽ സോഡിയവും പൊട്ടാഷ്യവും അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് അയണും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ വില നോക്കുകയാണെങ്കിൽ അതിന് തുച്ഛമായ വിലയേ ഉള്ളൂ. എന്നാൽ ദൈവം കൊടുക്കുന്നതായ വില എന്താണ്? അത് അല്ലെങ്കിൽ ദൈവം നമുക്ക് കരുതുന്നതായ കരുതൽ എന്താണ്? അത് നമ്മുടെ നല്ല സ്വഭാവങ്ങളാണ്. അപ്പോൾ ഈ നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ മലാക്കി പ്രവാചകൻ പറയുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. അത് ഒരു നിക്ഷേപം എന്ന് പറയുമ്പോൾ അതിന് വളരെ വിലയാണ്. ആ വില എപ്രകാരമാണ്? അത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സ്വർണത്തിൻ്റെ മാറ്റ് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വാല്യൂ അത് നോക്കുന്നത് അതിൻ്റെ മാറ്റനുസരിച്ചാണ്. 24 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 22 ക്യാരറ്റ്, അങ്ങനെ ക്യാരറ്റ് എന്നുള്ളതായ ഒരു അളവാണ്. എന്ന് പറഞ്ഞാൽ നമ്മിലുള്ളതായ രീതിയെക്കുറിച്ച്, അതായത് നമ്മുടെ നിക്ഷേപം, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം, അതാണ് ദൈവം അളക്കുന്നത്. ഭൗമികമായി നാം ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, മറ്റൊന്നുമല്ല. നാം കൊണ്ടുപോകുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ നല്ല സ്വഭാവങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ നല്ല സ്വഭാവം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സ്വല്പമായി തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് അവനെ, തിരുവചനം പറയുന്ന പ്രകാരമാണ്, അനന്തരം ദൈവം നാം അവൻ്റെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാം ഇവിടെ സ്വരൂപം എന്നുദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ, ശാരീരികമായ അവയവ ഘടനയെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു തല, ഉടൽ, കയ്യ്, കാല് എന്നുള്ള അവസ്ഥ. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട്, അതായത് മനുഷ്യൻ, ഓരോ മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ വ്യത്യസ്തരായ നിലയിൽ കാണുവാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ ഒരു യുണീക്ക്, അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ, അതായത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം മാത്രം കണ്ടിരിക്കുന്നു. അതായത് ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ സൂത്രങ്ങൾ, അതായത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സൂത്രമാണ്. അതായത് അവിടെ നന്മയും തിന്മയുമായ അനേക കാര്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ മനുഷ്യൻ്റെ വ്യാപാര ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ വിക്രിയകൾക്ക് വേണ്ടി, ഇടപാടുകൾക്ക് വേണ്ടി നോട്ടുകൾ അല്ലെങ്കിൽ കറൻസി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ കറൻസി പലപ്പോഴും എന്താണ്, അതിനെതിരായിട്ട് അല്ലെങ്കിൽ കൗണ്ടർഫീറ്റായിട്ട് കള്ളനോട്ടുകൾ ഉണ്ടാക്കുവാനൊക്കെ മനുഷ്യന് സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ബുദ്ധി മനുഷ്യനുണ്ട്! അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താണ്, അവന് നല്ലവനായിട്ട്, ഇവിടെ പറയുന്നത് നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. അതായത് മനുഷ്യൻ്റെ ആദ്യ പാപം വരുന്നതുവരെ മനുഷ്യൻ നല്ലവനായിരുന്നു. എന്നാൽ പാപത്തിന് ശേഷം അവന് വക്ര
അല്ലെങ്കിൽ വക്രതയുള്ളവനായിട്ട്, അതായത് അനേക സൂത്രങ്ങൾ ഉള്ളവരായിട്ട് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. അതായത് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 3:18 നാം വായിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതേ നല്ലവനായി സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. പാപത്തിന് ശേഷം വലിയൊരു വ്യത്യാസം അവനിലുണ്ടായി. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കണമെന്നുള്ളത് കണിശമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കള്ളനോട്ടും നല്ല നോട്ടുമുണ്ട്. ആ നല്ല നോട്ടിനെ കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞെങ്കിൽ മാത്രമേ കള്ളനോട്ടിൻ്റെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അത് എന്താണ് കുഴപ്പമെന്ന് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നു. ആയതുകൊണ്ട് ഇന്ന് നാം നല്ല സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവം വിലമതിക്കുന്ന നല്ല സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവികമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അതായത് ദൈവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു വാക്യം അത് പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ പ്രകാരം പറയുന്നു. അതേ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ദൈവത്തെക്കുറിച്ചുള്ളൊരു വിവരണം അവിടെ മോശ പറയുകയാണ്. അതായത് ദൈവത്തെ കണ്ടുകൊണ്ടെങ്കിൽ ദൈവത്തെ നിരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് ദൈവം എങ്ങനെയുള്ളവനാണ്? 1000 ദയ കാണിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അപ്പോൾ ദൈവം എത്രമാത്രം നമ്മോട് ക്ഷമിക്കുന്നവനാണ്, എത്രമാത്രം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എത്രമാത്രം കരുതുന്നവനാണ് എന്ന് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1:3 പ്രത്യേകിച്ച് യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തെ കാണുന്ന യേശുവിനെ കാണുമ്പോൾ കണിശമായിട്ടും തൻ്റെ ശിഷ്യന്മാരോടായിട്ട് താൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തെ ഞങ്ങൾ കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ താൻ പറയുകയാണ്, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ട് കാണുവാനൊക്കെ സാധിക്കും. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സാണ്. അതുപോലെ അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാനൊക്കെ ഇടയായിത്തീർന്നു. ആയതുകൊണ്ട് ദൈവത്തെ കാണുവാനൊക്കെ നമുക്ക് സാധിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിമയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നിഴലിട്ട് കാണുന്നതായ വ്യക്തി ഈ ഭൂമിയിൽ. അപ്പോൾ യേശു ക്രിസ്തുവിനെ നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കാണുവാനൊക്കെ സാധിക്കും. അതുമാത്രമല്ല, ദൈവത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനൊക്കെ സാധിക്കും. എന്താണ് നമ്മുടെ വചനം അനുശാസിക്കുന്നതെന്ന് തിരുവചനത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. അതിവിടെ പറയുന്നത് എന്താണ്? അതായത് ഇൻ ഹിസ് റിട്ടൺ വേർഡ്, ബൈബിൾ. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് പരിചിതമായൊരു വേദഭാഗമാണല്ലോ. 5:39 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നുവെങ്കിൽ അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അപ്പോൾ നാം എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തെ ശോധന ചെയ്യുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് കാണുവാനൊക്കെ സാധിക്കുന്നത്. നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാനൊക്കെ ഉള്ളതായ വഴികൾ ഉപാധികളൊക്കെയും കൊടുത്തിരിക്കുന്നത് തിരുവചനത്തിലാണ്. അവിടെ എന്ത് കാണുവാനൊക്കെ സാധിക്കും? ദൈവത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് 2 തിമോത്തി 3:15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു, ക്രിസ്ത്യേശുവിലുള്ള വിശ്വാസത്താൽ നിനക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ച് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവികമായുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മാതൃകയായിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. വീണ്ടും നമുക്ക് സാധിക്കുന്നത് പ്രകൃതിയിൽ കാണുവാൻ സാധിക്കും. എന്താണ്? ആകാശം ദൈവത്തിൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമുക്ക് ദൈവത്തിൻ്റെ കൈവേലകളുടെ ഭംഗി, ദൈവ സ്വഭാവങ്ങൾ, ദൈവം എത്രമാത്രം അതിശയകരമായി അത്ഭുതകരമായിട്ട് ഈ ഭൂമി സൃഷ്ടിച്ചു, അതുപോലെ തന്നെ മനോഹാരിത, അതുപോലെ അടുക്കും ചിട്ടയും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ചട്ടച്ചിട്ടയിൽ പോകുന്നു. ഈ കാര്യം ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയതായ ഒരു കാര്യമാണ്. അതായത് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു,
സൂര്യൻ നമുക്ക് വെളിച്ചവും അതേ നമുക്ക് ചൂടും ഊർജവും നൽകുവാൻ തക്കവണ്ണം ഉപകരിക്കുന്നു. എന്നാൽ ഈ സൂര്യഗ്രഹണം, സൂര്യൻ ഒരു 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 ശകലം നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭൂമി മുഴുവൻ ചൂടുകൊണ്ട് കത്തിക്കരിഞ്ഞ് ചാമ്പലായിത്തീരും. എന്നാൽ അതേ നേരെ തിരിച്ചാണെങ്കിലോ, സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിലോ ഈ ഭൂമി മുഴുവൻ ഐസ് കൊണ്ട് നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ദൈവം ഓരോ ഗോളങ്ങളെയും, അതേ സൂര്യചന്ദ്ര എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ഒരു ചിട്ടത്തിൽ ഒരു കണക്കിൽ വെച്ചിരിക്കുകയാണ്. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടായാൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആയതുകൊണ്ട് അതേ ദൈവത്തിൻ്റെ കൈവേലയിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവം എത്രമാത്രം അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു, അത്ഭുതകരമായതൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകീർത്തിക്കുന്ന വേറൊന്നാണ് ദൈവത്തിൻ്റെ 10 കൽപ്പന. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, 7-ാമത്തെ അധ്യായത്തിൽ, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളും എങ്ങനെയുള്ളതാണ്? വിശുദ്ധമാണ്. അതേ വീണ്ടും 19 സങ്കീർത്തനങ്ങൾ 19 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളത്തിന് അതിനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം, അതായത് നമ്മെ നല്ല പാതയിൽ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് സാധിക്കും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകൾ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവ മക്കൾ കാണുവാൻ സാധിക്കും. അതായത് അതിനെക്കുറിച്ച് 1 പത്രോസ് 2:9 ഞാൻ വായിക്കുന്നത്, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സുവിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കപ്പെട്ടാണ്, അത് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണവും അതിനുവേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേ തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളിൽ, ദൈവത്തിൻ്റെ ജനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ കാണുവാനൊക്കെ സാധിക്കും. എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കുന്നതല്ല, കള്ളന്മാരിലും കൊള്ളക്കാരൊന്നുമല്ല, പിന്നെയോ ദൈവികമായിട്ട് ജീവിക്കുന്ന ദൈവ മക്കളിൽ നിന്നാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദർശിപ്പാനൊക്കെ സാധിക്കുന്നത്. ആയതുകൊണ്ട് ഈ ദൈവിക സ്വഭാവങ്ങൾ എങ്ങനെയുള്ളതാണ്, അത് എപ്രകാരമാണ് നമുക്ക് നൽകപ്പെടുന്നത് എന്നും തിരുവചനം നമ്മോട് അനുശാസിക്കുന്നുണ്ട്. അതേ ദൈവികമായ സ്വഭാവങ്ങൾ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീർക്കുവാൻ വേണ്ടിയാണ്. അതായത് അത് ദൈവം നമ്മെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ അതേ സൃഷ്ടിച്ചു. ആ ഒരു സ്വരൂപം തിരികെ തരുവാൻ വേണ്ടി, അതായത് റെസ്റ്റോറേഷൻ ഓഫ് ദി ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതിരൂപം, ആദ്യം സൃഷ്ടിച്ച ആ പ്രതിരൂപം നമുക്ക് നഷ്ടപ്പെട്ടു, അത് തിരികെ തരുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് അതിനുവേണ്ടിയുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട് എന്നാണ് തിരുവചനം നമ്മോട് അനുശാസിക്കുന്നത്. ആയതുകൊണ്ട് തിരുവചനത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം അതേ ദൈവം താല്പര്യപ്പെടുകയാണ്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത്, റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 29 ഞാൻ വായിക്കുന്നു, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം ഇതെന്ത് ചെയ്തിരിക്കുന്നത്? അത് മുൻപ് കൂട്ടി നിയമിച്ചിരിക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കും? അത് സാധിക്കുന്ന നമ്മുടെ സ്വയത്താലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലതാണ്, കാരണം ഞാൻ എൻ്റെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്നുള്ളതായ വാഗ്ദാനം. പ്രത്യേകിച്ച് സഖറിയ പ്രവാചകൻ പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആയതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അത് 2 വാക്യങ്ങളാണ്. ഒന്ന് സഖറിയ പ്രവാചകനാണ്, പിന്നെ നമ്മോട് പൗലോസ് പറയുന്നതായ കാര്യമാണ് അവിടെ പറയുന്നത്. ആയതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവരായി തീരുവാൻ തക്കവണ്ണം, അതേ പ്രത്യേകിച്ച് മലാക്കി പ്രവാചകൻ പറയുന്ന പോലെ, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞാൽ കണിശമായിട്ടും അതിൻ്റേതായ വിലയുണ്ട്. ആ വിലയുള്ളതായ ജീവിതങ്ങളെക്കുറിച്ച് വിലയുള്ള ജീവിതം നയിച്ചതായ അനേകരെക്കുറിച്ച്
തിരുവചനം നമ്മോട് അനുശാസിക്കുന്നുണ്ട്. നമുക്കറിയാം, ജോസഫ് തൻ്റെ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. എന്നാൽ അവനുള്ളതായ വ്യത്യാസം കണ്ടുകൊണ്ട് അവനോട് അസൂയയും അവനോട് വെറുപ്പും അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുമെന്നൊക്കെ ഉള്ളതായ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്ത കാഴ്ച നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അതേ, ജോസഫിനെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ തൻ്റെ ദൈവീയ സ്വഭാവങ്ങൾ കാണുവാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം, താൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോൾ അതൊക്കെയും തൻ്റെ പിതാവിനോട് വിവരിച്ചു. അത് കേട്ടപ്പോൾ ഈ സഹോദരന്മാർക്ക് അസൂയ മൂത്തു. എന്നാൽ പിതാവിൻ്റെ വളരെ ഇഷ്ടപുത്രനായ ജോസഫിന് നല്ല നിറപ്പകിട്ടുള്ളതായ ഒരു കോട്ട് കൊടുത്തപ്പോൾ അതും തന്നെ സഹോദരന്മാർക്ക് അസൂയ കൂടുതലാക്കി. അസൂയ മൂത്തതായ ഈ സഹോദരന്മാർ തന്നെ ഇല്ലാതാക്കുവാനൊക്കെയുള്ളതായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അതേ, തൻ്റെ പിതാവിൻ്റെ ഇച്ഛയോടുകൂടി അവർക്ക് ആഹാര പദാർത്ഥങ്ങളുമായി യാത്രയായതായ ഈ സഹോദരനെ ദൂരെ നിന്ന് കണ്ടതായ സഹോദരന്മാർ പദ്ധതി ഒരുക്കി അവൻ വരുമ്പോൾ അവനെ കൊല്ലുവാനൊക്കെ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ കൊല്ലാൻ മനസ്സില്ലാതെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതുകൊണ്ട് അവരവനെ പൊട്ടൽ കിണറ്റിലിട്ടു. എന്നിട്ട് അതിനുശേഷം ഒരു സഹോദരൻ അവിടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അവനെ എടുത്ത് ഈജിപ്ഷ്യൻകാർക്ക് അവനെ വിൽക്കുകയുണ്ടായി. അങ്ങനെ ജോസഫിൻ്റെ ജീവിതചര്യ തുടരുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പോത്തിഫറിൻ്റെ ഭവനത്തിൽ വെച്ച് തനിക്ക് എന്ത് സംഭവിച്ചു? പോത്തിഫറിൻ്റെ ഭവനത്തിൽ വെച്ച് പോത്തിഫറിൻ്റെ ഭാര്യയെ അവനോട് മോഹം ഉണ്ടായി. എന്നാൽ ആ അവസരത്തിൽ ദൈവത്തോട് താൻ ദൈവകൽപ്പനകൾ ലംഘിക്കുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടായ ജോസഫ് അവിടെ വിട്ട് ഓടിപ്പോവുകയാണ്. എന്നാൽ ആ സ്ത്രീ എന്ത് ചെയ്തു? അവിടെ കിടന്ന് നിലവിളിച്ച് തന്നെ അപമാനിച്ചു എന്നുള്ളതായ കാര്യം പറഞ്ഞ് അവനെ കാരാഗൃഹത്തിലാക്കി. എന്നാൽ ആ കാരാഗൃഹം കൊണ്ടും അവിടെ അവസാനിച്ചില്ല. ആ കാരാഗൃഹത്തിൽ നിന്ന് പിന്നീട് ജോസഫിനെ നാം കാണുന്നത് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് തീരുവാനൊക്കെ ദൈവമിടയാക്കി. അപ്പോൾ ഈ താഴ്ചകൾ നോക്കുകയും ഉയരത്തിലേക്ക് പോയി. അതിന് ദൈവികമായ പരിപാടികളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് ജോസഫിൽ നല്ല സ്വഭാവങ്ങൾ കണ്ട് അവനെ ഒരു ജൂവലായിട്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് കാണുവാനൊക്കെ സാധിക്കുകയാണ്. അതുപോലെ തന്നെ അനേകരെക്കുറിച്ച്, റൂത്ത് എന്ന മഹതിയെക്കുറിച്ച്, മോവാബ് സ്ത്രീയെക്കുറിച്ച്, അതുപോലെ തന്നെ യോബിനെക്കുറിച്ച്, ദാനിയേലിനെക്കുറിച്ച്, യെശയ്യാവ്, ഈനോക്ക് എന്നിങ്ങനെയായ അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളായിട്ട് വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവരെയൊക്കെയും ദൈവം തൂക്കി നോക്കിയത് എങ്ങനെയാണ്? അവരിലുള്ളതായ നല്ല സ്വഭാവങ്ങൾ ഉള്ള വ്യക്തികളായിട്ട്. അത് ഒരിക്കലും നീ നിക്ഷേപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അവരിലുള്ളതായ സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉടച്ചു മാറ്റുവാനൊക്കെ സാധിക്കുകയില്ല. അത്രമാത്രം ദൈവികമായിട്ട് ഈടാർന്ന സ്വഭാവമുള്ള വ്യക്തികളായിരുന്നു. അതുപോലെ തന്നെ ഈ നിക്ഷേപം ഒരിക്കലും ക്ഷയിച്ചു പോകുന്നതല്ലായിരുന്നു. അതായത് നമുക്കറിയാം, ഒരു വസ്ത്രം വാങ്ങിച്ചാൽ അത് 1 മാസം അല്ലെങ്കിൽ 2 മാസം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുതുമയെല്ലാം മാറി, അതിൻ്റെ നിറമൊക്കെയും മാറി അത് പോകുന്നതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. കാരണം അത് വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോവുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ നിറത്തിന് മാറ്റമുണ്ടാകുകയാണ്. എന്നാൽ നമ്മിലുള്ളതായ നിക്ഷേപങ്ങൾ, നമ്മിലുള്ളതായ നല്ല സ്വഭാവങ്ങൾ അതൊരിക്കലും മാറിപ്പോകുകയില്ല. അത് ദൈവികമായിട്ടുള്ളതായതുകൊണ്ട് അത് എന്നേക്കും നിലനിൽക്കുന്നതാകുന്നു. ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ള വ്യക്തികളായിട്ട് തീരുവാനൊക്കെയാണ് നാം ജീവിക്കേണ്ടത്. പ്രത്യേകിച്ച് നാം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് എങ്ങനെയുള്ളവനായിരുന്നു? അതിനെക്കുറിച്ച് വിവരണം കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്. അവന് ആദാമിന് ശേഷം ഉള്ള 7ാമത്തെ വ്യക്തിയാണ്. ഈ വ്യക്തിയെ വിശ്വാസത്താൽ ഹാനോക്ക്, എബ്രായ ലേഖനം 11:5 ഞാൻ വായിക്കുകയാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തോടുകൂടി 300 വർഷം നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് വിശ്വാസികളുടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നതായ കാര്യത്തിൽ പറയുമ്പോൾ അതെ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെയുള്ളതായ വ്യക്തികളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനൊക്കെ കൊണ്ട് സാധിക്കും. എന്നാൽ അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ദാനിയേലിനെ കുറിച്ച്, അത് യോബിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ജോസഫിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി, അതുപോലെ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും എങ്ങനെയുള്ളവരാണ്? അവരെ വ്യക്തി ജീവിതത്തിൽ ഉത്കൃഷ്ട സ്വഭാവമുള്ളവരായി തീർന്നു. അപ്പോൾ ആ ഉത്കൃഷ്ട സ്വഭാവമുള്ളവരായി കാണുവാൻ തക്കവണ്ണമാണ് അതേ ദൈവത്തിൻ്റെ എസ്റ്റിമേറ്റ് ഓഫ് ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് തെളിവായി പറയുവാനൊക്കെ കൊണ്ട് സാധിക്കും. അത് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും, അല്ലെങ്കിൽ അന്യദേശങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മതക്കാരുടെ ഇടയിലായിരിക്കാം, എവിടെയായിരുന്നാലും ഒരു ക്രിസ്തീയ അനുയായിയായിട്ട് ജീവിക്കും. അതെ, അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ 12-ാമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുകയുണ്ടായി. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ അത് വളരെയധികമായിട്ട് വിവരിപ്പാനൊക്കെ കൊണ്ട് സാധിക്കുന്നത് എന്താണ്? അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളൊക്കെയും എങ്ങനെയാണ്? ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. അതായത് നമുക്കറിയാം, സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് ഈ ഭൂമി അനുഗ്രഹിക്കപ്പെടുകയാണ്. ആയതുപോലെ തന്നെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും, ആകാശത്തിന് ദൂരെയായിട്ട് നക്ഷത്രങ്ങളിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ മനോഹരമാണ്. അതൊക്കെയും ദൈവികമായ നിയന്ത്രിക്കപ്പെട്ടതായ ശക്തികളാണ്. അതേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആയതുകൊണ്ട് അതൊക്കെയും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ദൈവം തൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ സാഹചര്യത്തിൽ അത് എത്രമാത്രം മാറ്റമുള്ളതാണ്, എത്രമാത്രം കൊള്ളാവുന്നതാണ് എന്ന് ആരാണ് കണ്ടുപിടിക്കുന്നത്? ദൈവമാണ്. ആയതുപോലെ ദൈവത്തിന് കൊള്ളാവുന്ന മാറ്റുള്ള നിക്ഷേപങ്ങളായി തീരുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് 5:24 വായിക്കുന്നു. കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസമുള്ളവർ എങ്ങനെയുള്ളവരായിരിക്കണം? അവർ കറയോ കളങ്കമോ ചുളുക്കമോ ഇല്ലാത്തവരായിരിക്കണം. അവർ ദൈവത്തിൻ്റെ ആത്മാവാൽ പ്രേരിതരായിട്ട് യേശു ക്രിസ്തു ഉള്ളവരായിട്ട് ജീവിക്കണം. അതെ, അതുകൊണ്ട് നാം നമ്മുടെ ജീവിതങ്ങളെ അതിനുവേണ്ടി ഒരുക്കി വെക്കണം. എങ്ങനെ? ദൈവം നമ്മെ നല്ല നിക്ഷേപങ്ങളായി കാണുമ്പോൾ നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെട്ട് ദൈവികമായത് ആയിരിക്കണം. ആയതുകൊണ്ട് നാം ഈ ഭൂമിയിൽ നമ്മെ കാണുന്നവർ കണിശമായിട്ടും മാറ്റുള്ളവർ എന്ന് പറയുവാനൊക്കെ ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതങ്ങളും അത് എത്ര കഷ്ടപ്പാടായിരുന്നും പ്രയാസമായിരുന്നാലും ദൈവമായി തീരുവാനൊക്കെ നാം നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഞങ്ങളെ തൂക്കി നോക്കുന്ന സമയത്ത് എത്രമാത്രം കൊള്ളാവുന്നവരായി ഒരു നല്ല നിക്ഷേപങ്ങളായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ട പരിശുദ്ധാത്മശക്തിയെ അടിയങ്ങൾ തരണമെന്ന് ക്രിസ്തയേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമേ, കണിശമായിട്ടും ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഒരനുഗ്രഹമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കുവാനോ നിങ്ങൾക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ താഴെപ്പെടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ എഴുതി അറിയിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.